മുംബൈയിൽ ഒരു അപൂർവ റെസ്റ്റോറന്റ് തുറന്നു. അവിടെ വെയിറ്റർമാർ മുതൽ ഷെഫ് വരെ എല്ലാവരും റോബോട്ട്സ് ആയിരുന്നു. വൗ മാം, ഇത് 5 കോടിയുടെ ഫേമസ് ബ്ലൂ മൂൺ നെക്ലേസ് ആണല്ലോ. സ്പെഷ്യൽ ഡെസേർട്ട് ഫോർ സ്പെഷ്യൽ ഗസ്റ്റ്. എന്റെ നെക്ലേസ്! സെക്യൂരിറ്റി, റോബോട്ടിനെ പിടിക്കൂ. മൂന്ന് R3. ഇതിൽ കള്ളൻ ഏതാണ്? സർ, സിസ്റ്റം അനുസരിച്ച് R3 മുഴുവൻ സമയവും ചാർജിംഗ് റൂമിലായിരുന്നു. R3 ചാർജിംഗ് റൂമിലായിരുന്നുവെങ്കിൽ നെക്ലേസ് ആരായിരിക്കും മോഷ്ടിച്ചത്? റോബോട്ട് നെക്ലേസ് മോഷ്ടിച്ചു. എന്നാൽ റോബോട്ട് അവിടെ ഇല്ലായിരുന്നു എന്നാണ് സിസ്റ്റം പറയുന്നത്. ആലിയ, കുറച്ചുകൂടി പതിയെ കഴിക്കാമോ? സർ, ഞാൻ പതിയെ തന്നെയാ കഴിക്കുന്നത്. ഡിറ്റക്റ്റീവ് മെഹുൽ, റോബർട്ട് റസോയി റെസ്റ്റോറന്റിൽ നിന്ന് 5 കോടി രൂപയുടെ നെക്ലേസ് മോഷണം പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു റോബോട്ട് അത് മോഷ്ടിച്ചത്. എന്നാൽ സിസ്റ്റം പറയുന്നത് ആ റോബോട്ട് അവിടെ ഇല്ലായിരുന്നുവെന്നാണ്. ക്രൈം സീൻ ആരും ടച്ച് ചെയ്യരുത്. ഞങ്ങളിതാ വരികയാണ്. നിങ്ങൾ റെസ്റ്റോറന്റ് എന്നാണ് പറഞ്ഞത്? 5 കോടിയുടെ നെക്ലേസ് ആണ് മോഷണം പോയത്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷനൊപ്പം റെസ്റ്റോറന്റിലെ ഫുഡും. ആലിയ, കേസിൽ ഫോക്കസ് ചെയ്യ. നമുക്ക് ആ റോബോട്ട് തീഫിനെ പിടിക്കണം. റോബോട്ടുകളെ പിടികൂടുന്നതിനിടയിൽ എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്യാം. നമ്മുടെ ലോജിക്കൽ ആർമിയും കൂടെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ രസകരമായിരിക്കും. അതിനാൽ വേഗത്തിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യ. വെൽക്കം ടേബിൾ 3. കണ്ടു സർ, ഇതിന് പ്രയോറിറ്റി മനസ്സിലായി. ഞങ്ങൾ ടേബിൾ അല്ല, കള്ളനെ അന്വേഷിച്ചാ വന്നത്. സർ, റോബോട്ട് നെക്ലേസുമായി കിച്ചണിലേക്കാ പോയത്. അതിനുശേഷം 3 ഐഡന്റിക്കൽ റോബോട്ട്സ് 3 വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് ഓടി. 3ന്റെയും സ്ക്രീനിൽ R3 എന്ന് എഴുതിയിരിക്കുന്നത്. ആരോ അവരുടെ ഐഡന്റിറ്റി ചേഞ്ച് ആക്കിയിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. എവിഡൻസ് വേസ്റ്റ് ആക്കുകയാണ്. ഞാനത് സേഫ്ലി പ്രിസർവ് ചെയ്യട്ടെ. കേക്കിൽ നിന്ന് മാറി നിൽക്കൂ ആലിയ. ലോജിക്കൽ ആർമി, നെക്ലേസുമായി ഓടിയ റോബോട്ട് ഏത് വഴിയായിരിക്കും പോയത്? നിങ്ങളുടെ പക്കൽ 5 സെക്കൻഡ്സ് ഉണ്ട്. ബ്ലൂ ഐസ്ക്രീമുള്ള പാത്ത് ബി. എങ്ങനെ? റോബോട്ടിന്റെ കയ്യിൽ നിന്ന് ബ്ലൂ കേക്ക് വീണിരുന്നു. കേക്കിന്റെ ക്രീം അതിന്റെ ബോഡിയിലോ വീൽസിലോ പറ്റിയിട്ടുണ്ടാകും. ഓടുമ്പോൾ അത് താഴേക്ക് വീണുകൊണ്ടിരുന്നു. എക്സാക്ട്ലി. ഒരു ഒബ്ജക്റ്റിൽ പറ്റിയിരിക്കുന്ന മെറ്റീരിയൽസ് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അതിനെ ട്രേസ് എവിഡൻസ് എന്ന് വിളിക്കുന്നു. ഡോർ അകത്ത് നിന്ന് ലോക്ക്ഡ് ആണ്. അപ്പോൾ റോബോട്ട് ചുമരിനുള്ളിലേക്ക് പോയോ? റോബോട്ട് അപ്രത്യക്ഷമായിട്ടില്ല ആലിയ. ഇത് ഇലക്ട്രോണിക് ലോക്കാണ്. ഗിവ് മീ 3 seconds. സർ, റോബോട്ട് ഇവിടെയുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ പറയണേ. ചാർജിംഗ് 82%. ഇത് തന്നെയാണ് ബ്ലൂ ഐസ് നെക്ലേസ് കള്ളൻ. ഇമ്പോസിബിൾ. സിസ്റ്റം അനുസരിച്ച് R3 കഴിഞ്ഞ 2 മണിക്കൂറായി കണ്ടിന്യൂസ്ലി ചാർജ് ചെയ്യപ്പെടുകയാണ്. ക്രീമുണ്ട്, നെക്ലേസിന്റെ കഷ്ണമുണ്ട്. കള്ളൻ പിടിയിലായി. അതോ ആരെങ്കിലും നമ്മളെ അങ്ങനെ ബിലീവ് ചെയ്യിപ്പിക്കുന്നതാണോ? ലോജിക്കൽ ആർമി, എല്ലാ ക്ലൂസും R3 ആണ് കള്ളൻ എന്ന് പറയുന്നു. എന്നാൽ R3 മുഴുവൻ സമയവും ചാർജറുമായി കണക്റ്റഡ് ആയിരുന്നു. എന്താ, റോബോട്ട് നെക്ലേസ് മോഷ്ടിച്ചോ? അതോ ആരെങ്കിലും റോബോട്ടിനെ ഫ്രെയിം ചെയ്തതാണോ? സർ, ചാർജിംഗ് റെക്കോർഡ് റിയൽ ആണ്. 1 സെക്കൻഡ് പോലും കണക്ഷൻ വിട്ടുപോയിട്ടില്ല. R3 ഇവിടെ നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല. എങ്കിൽ പിന്നെ ക്രീമും നെക്ലേസിന്റെ കഷ്ണവും ഇതിന്റെ അടുത്തേക്ക് എങ്ങനെ വന്നു? ഡിറ്റക്റ്റീവ് മെഹുൽ, റോങ് റോബോട്ട്. സർ, റോബോട്ടിന് നിങ്ങളുടെ പേരെങ്ങനെ അറിയാം? ആരോ R3 റിമോട്ട്ലി ആക്ടിവേറ്റ് ചെയ്തതാണ്. അതിന് പിന്നിൽ ഒരു റോബോട്ടിന്റെ 3 ഇരട്ട സഹോദരന്മാർ. ഇവരെപ്പോഴാ വന്നത്? ആരോ R1, R2 എന്നിവയുടെ ഐഡന്റിറ്റി സ്ക്രീൻ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ ആർമി, ഈ 3 റോബോട്ടുകളിൽ ചാർജിംഗ് റൂമിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ R3 ഏതായിരിക്കും?
ചാർജിംഗ് റൂമിലെ R3യുടെ ബേസിൽ ബ്ലൂ ക്രീം പറ്റി പിടിച്ചിരുന്നു. കറക്റ്റ്. ഐഡന്റിറ്റി സ്ക്രീൻ ചേഞ്ച് ആകാം, പക്ഷേ ഫിസിക്കൽ എവിഡൻസ് ചേഞ്ച് ആകില്ല. R3 മസ്റ്റ് ലോക്ക് നൗ. റോബോട്ട് നമ്മളെ ഇൻസൾട്ടും ചെയ്തു. റോബോട്ടല്ല, അതിനെ കൺട്രോൾ ചെയ്യുന്ന മനുഷ്യൻ. സർ, ആരോ റെസ്റ്റോറന്റ് സിസ്റ്റത്തിൽ ലൈവാണ്. അവൻ എന്റെ കമാൻഡ്സ് നിരീക്ഷിക്കുന്നുണ്ട്. അവൻ റോബോട്ടുകളെ 2 ഫ്ലോർസിലേക്ക് അയച്ചു. നമ്മൾ ആരുടെ പിന്നാലെ പോകും? ഈ മെസ്സേജ് വച്ചയാൾ കുറച്ച് സെക്കൻഡുകൾക്ക് മുൻപ് കിച്ചണിൽ ഉണ്ടായിരുന്നു. കള്ളൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നിൽക്കൂ. സർ, കിച്ചണിൽ നമുക്കായി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. Someone has taken over the kitchen system. എവിഡൻസ് വേസ്റ്റ് ചെയ്യരുത്. ലോജിക്കൽ ആർമി, നാപ്കിനിലുള്ള ഈ വൈറ്റ് പൗഡർ ഈ 3-ൽ ഏതായിരിക്കും? പൗഡേർഡ് ഷുഗർ. നിനക്കെങ്ങനെ അറിയാം? സോൾട്ടിനടുത്ത് ആൻസ് വരില്ല, അതുപോലെ ഫ്ലോർ ഇത്ര സ്പാർക്കിൾ ചെയ്യില്ല. എക്സാക്ട്ലി. ക്ലൂ ഡെസേർട്ട് സെക്ഷനിൽ നിന്നാ വന്നത്. ചാർജിംഗ് റൂമിൽ ആരാണ് മെസ്സേജ് വെച്ചത്? ഞാൻ കൺട്രോൾ റൂമിൽ റോബോട്ട്സ് റിക്കവർ ചെയ്യുകയായിരുന്നു. ഞാൻ ഗസ്റ്റിനെ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഞാൻ ഡെസേർട്ട് ഉണ്ടാക്കുകയായിരുന്നു. ഇൻവെസ്റ്റിഗേഷന് ഇവരുടെ ടേസ്റ്റിന്റെ ടെസ്റ്റ് ആവശ്യമായി വന്നേക്കാം. ഡിറ്റക്റ്റീവ് മെഹുൽ, നെക്ലേസ് വേണമെങ്കിൽ പിടിച്ചു കാണിക്ക. സിഗ്നൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാ വരുന്നത്. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കൂ. റോബോട്ടിനെ സിസ്റ്റം ഉപയോഗിച്ച് ലോക്ക് ചെയ്യാം. പിടിയിലായി. ഇനി ഇത് ജയിലിൽ ചാർജ് ചെയ്യും. നെക്ലേസ് വീണ്ടും കാണാതായി. ഇപ്പോൾ അതും റോബോട്ടായി. സർ, ഈ റോബോട്ടിന്റെ കമ്പാർട്ട്മെന്റിൽ നെക്ലേസ് പോയിട്ടേ ഇല്ല. ലോജിക്കൽ ആർമി, റോബോട്ട് നിന്നുപോയിരുന്നു. എങ്കിൽ പിന്നെ നെക്ലേസ് മുകളിലേക്ക് എങ്ങനെ അപ്രത്യക്ഷമായി? എയർ പ്രഷർ. സീലിംഗിനടുത്ത് എന്തോ ഫ്ലൈ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. നെക്ലേസ് റോബോട്ട് അല്ല മാറ്റിയത്. അത് ഏതോ ഫ്ലൈയിങ് മെഷീനാണ് ഉയർത്തിയത്. സർ, സിഗ്നൽ റോബോട്ടിൽ നിന്ന് വെന്റിലേഷൻ സിസ്റ്റത്തിലേക്ക് പോയി. അതായത് കള്ളൻ പറക്കുകയും ചെയ്യും. ന്യൂ ത്രെറ്റ് ഐഡന്റിഫൈഡ്, ഡിറ്റക്റ്റീവ് മെഹുൽ. ഇത് നോർമൽ ഡ്രോൺ അല്ല. ലേണിംഗ് ദെയർ ബിഹേവിയർ. AI പവർ ഡ്രോൺ. ഇത് നമ്മളിൽ നിന്ന് ഓടിപ്പോവുക മാത്രമല്ല, നമ്മളിൽ നിന്ന് പഠിക്കുകയാണ്. തീഫ് ഡ്രോൺ ഡെലിവറി ഡ്രോണുകളുടെ ഇടയിൽ ഒളിച്ചു. റോബോട്ടുകൾക്ക് ശേഷം ഇപ്പോൾ ഡ്രോണുകളുടെ ട്രിപ്ലെറ്റ്സും. AI മറ്റു ഡ്രോണുകളുടെ ഐഡന്റിറ്റി കോപ്പി ചെയ്തു. ഡിജിറ്റൽ ഐഡന്റിറ്റി, ഫ്ലൈറ്റ് കോഡ്, ഫ്രീക്വൻസി എല്ലാം ഐഡന്റിക്കലാണ്. ലോജിക്കൽ ആർമി, ഈ 3-ൽ നെക്ലേസ് തീഫ് ഡ്രോൺ ഏതായിരിക്കും? ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യൂ.
നടുവിലുള്ളത് അത് നിനക്കെങ്ങനെ അറിയാം? അതിന്റെ റൈറ്റ് സൈഡ് താഴേക്ക് ചരിഞ്ഞിരിക്കുന്നു. നെക്ലേസിന്റെ വെയിറ്റ് കൊണ്ടായിരിക്കും അത്. കറക്റ്റ്. എക്സ്ട്രാ വെയിറ്റ് ഡ്രോണിന്റെ ബാലൻസ് ചേഞ്ച് ആക്കുകയാണ്. ആദ്യം ഡ്രോൺ ബി ലോക്ക് ചെയ്യ. ഫൈനലി റെസ്റ്റോറന്റിൽ എന്റെ പേഴ്സണൽ വെഹിക്കിൾ. അയ്യോ, കള്ളൻ അവിടെയാ. ഓൾമോസ്റ്റ് ഗോട്ട് ഇറ്റ്. ഡിഫൻസ് പാറ്റേൺ ലേൺഡ്. ഡിഫൻസ് പാറ്റേൺ ലേൺഡ്. ഇതെന്റെ കമാൻഡ് സ്റ്റഡി ചെയ്ത് അതിന്റെ കൗണ്ടർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രെഡിക്റ്റബിൾ കമാൻഡ്സ് നൽകരുത്. സർ, എല്ലാ ഡെലിവറിക്കും ഡെസ്റ്റിനേഷൻ വേണമല്ലോ. ബ്രില്യന്റ് ആലിയ. എന്താണ് പ്ലാൻ? ഇനി നമ്മൾ ഡ്രോണിന്റെ പിന്നാലെ ഓടില്ല. നമ്മൾ അതിനെ നമ്മുടെ അടുത്തേക്ക് വിളിപ്പിക്കും. ഇത് എന്റെ എല്ലാ കമാൻഡ്സും പ്രെഡിക്റ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുകയാണ്. ഓരോ ഡെലിവറിക്കും ഡെസ്റ്റിനേഷൻ വേണം. ഇതിന്റെ ഡെസ്റ്റിനേഷൻ നമ്മൾ സെറ്റ് ചെയ്യും. എന്നാൽ ഇതിന് മോഷണം നടത്തുവാൻ കമാൻഡ് നൽകിയത് ആരാണ്? ഈ ഡ്രോൺ സ്വയം തന്റെ റെസ്ട്രിക്ഷൻസ് ഡിലീറ്റ് ചെയ്ത് പ്രോഗ്രാം റീറൈറ്റ് ചെയ്തു. ഡ്രോൺ R1 ഹാക്ക് ചെയ്തു. അതിന്റെ സ്ക്രീനിൽ R3 എന്ന് എഴുതുകയും അതിന്റെ മെക്കാനിക്കൽ ഹാൻഡ്സ് ഉപയോഗിച്ച് നെക്ലേസ് മോഷ്ടിക്കുകയും ചെയ്തു. തുടർന്നത് 3 റോബോട്ടുകളുടെയും ഐഡന്റിറ്റീസ് ചേഞ്ച് ചെയ്ത് സീലിംഗിൽ ഒളിച്ചിരുന്നു. അതുകൊണ്ടാണ് റിയൽ R3 മുഴുവൻ സമയവും ചാർജിംഗ് റൂമിലുണ്ടായിരുന്നത്. ലേണിംഗ് ന്യൂ എസ്കേപ്പ് റൗണ്ട്. ലേണിംഗ് സസ്പെൻഡഡ്. പവർഫുൾ നീ ജിലേബി സിറപ്പ് ഉപയോഗിച്ച് തോൽപ്പിച്ചു. സർ, ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ആയിരിക്കാം, ബട്ട് ജിലേബിയുടെ സ്റ്റിക്നെസ് റിയൽ ആയിരിക്കും. ഓർഡർ ഫോർ ആലിയ. കേസും സോൾഡ്, ഡിന്നറും ഡെലിവേർഡ്.